മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് മാൾ ഓഫ് ഖത്തറിലാണ്. നമ്മൾ വന്നത് മെട്രോയിലാണ്. മെട്രോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലൈൻ ചൂസ് ചെയ്ത് നേരെ അൽ റിഫ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഈ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. മാൾ ഓഫ് ഖത്തറിൻ്റെ ഓപ്പണിംഗ് ടൈം എന്നുള്ളത് 10 to 10 ആണ്. 10 AM to 10 PM. ഇത് സൺഡേ ടു വെനസ്ഡേ വരേക്കുമാണ്. തേഴ്സ്ഡേയും ഫ്രൈഡേയും ആണെന്നുണ്ടെങ്കിൽ 10 to 12 ആണ്. 10 AM to മിഡ്നൈറ്റ് 12 AM വരെ. സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ 10 to 11 ആണ്. അങ്ങനെ നമ്മൾ അൽ റിഫ സ്റ്റേഷനിൽ നിന്നും മാൾ ഓഫ് ഖത്തറിൻ്റെ എൻട്രൻസിലോട്ട് നടക്കുകയാണ്. സീലിംഗ് വർക്കുകളൊക്കെ കാണാനായിട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. മാൾ ഓഫ് ഖത്തർ സ്ഥിതി ചെയ്യുന്നത് 5.4 മില്യൺ സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ്. ഖത്തറിലെ ലാർജസ്റ്റ് മോൾസിൽ ഒന്നാണ് മാൾ ഓഫ് ഖത്തർ. ഖത്തറിൽ വരുന്നവർ മാൾ ഓഫ് ഖത്തർ മാത്രമല്ല, വില്ലേജ് മോളുണ്ട്, പ്ലേസ് വെൻഡം മോളുണ്ട്. ഇതൊക്കെ വിസിറ്റ് ചെയ്യേണ്ട മോൾ തന്നെയാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ വരും എപ്പിസോഡിലൊക്കെ വരുന്നതായിരിക്കും. 2016 ഡിസംബറിലാണ് മാൾ ഓഫ് ഖത്തർ ഓപ്പൺ ആയത്. 3 നിലകളുള്ള മോളാണ് മാൾ ഓഫ് ഖത്തർ. ഏകദേശം 520ഓളം സ്റ്റോറുകളാണ് മാൾ ഓഫ് ഖത്തറിനകത്തുള്ളത്. ഏകദേശം 7000ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. അൽ റയാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് മാൾ ഓഫ് ഖത്തർ സ്ഥിതി ചെയ്യുന്നത്. ചാപ്മാൻ ടൈലർ എന്ന പേരുള്ള ആർക്കിടെക്റ്റാണ് ഇതിനകത്തുള്ള ആർക്കിടെക്ചർ വർക്ക്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. $1.48 ബില്യൺ ഈ മാൾ ഓഫ് ഖത്തർ നിർമ്മിക്കാനെടുത്ത ചിലവ് എന്നുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പിള്ളേർക്കുള്ള എന്തോ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളെ ഫേസിൽ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. കൂടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ എല്ലാം അച്ചടക്കമായിട്ടിരിപ്പുണ്ട്. ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ബ്രാൻഡുകളും തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. നമ്മൾ റേറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ ബഹറിൽ നിന്ന് നമ്മൾ വന്നതുകൊണ്ട് ബഹറിൻ്റെ ഒരു പ്രൈസ് റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവാണ്. വലിയ വ്യത്യാസമൊന്നും ഒരിക്കലും പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഇച്ചിരി എക്സ്പെൻസീവാണ് ഇവിടെ ബഹറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. ആക്ച്വലി ഖത്തറിൽ പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ അല്ലെങ്കിൽ പെരുന്നാൾ സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും ബാച്ചിലേഴ്സിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫാമിലിക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. ഇവിടുത്തെ മറ്റു മോളുകളായിട്ടുള്ള വില്ലേജ് മോളുണ്ട്, പിന്നെ പ്ലേസ് വെൻഡം മോളുണ്ട്. ഇവിടെയൊന്നും ഈ പറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കയറാനായിട്ട് അവർ അനുവദിക്കുന്നതല്ല. പക്ഷേ മാൾ ഓഫ് ഖത്തറിന് ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. എന്തായാലും വളരെ നല്ല കാര്യമായിപ്പോയി അത്. $2017 RLI അവാർഡ് ലഭിച്ചിട്ടുണ്ട് മാൾ ഓഫ് ഖത്തറിന്. വളരെ പ്രശസ്തമായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയമായ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയവും മാൾ ഓഫ് ഖത്തറിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാവി വിജീഷും പർച്ചേസിൻ്റെ തിടുക്കത്തിലാണ്. രൂപേഷ് പ്രോ ആരെയൊക്കെ വായ നോക്കിയിട്ടിരിപ്പുണ്ട്. മിഥുനെ കാണാനില്ല. ഒരു അടിപൊളി കുട്ടി ട്രെയിൻ വരുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇതിനകത്ത് കയറി യാത്ര ചെയ്യാൻ പറ്റും. ദോഹ എൻ്റർടൈൻമെൻറ്റ് ഭാഗമായിട്ടുള്ളതാണ് ഈ ട്രെയിൻ. നമ്മളിപ്പോൾ ഉള്ളത് മാൾ ഓഫ് ഖത്തറിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ്. ആക്ച്വലി ആ മെട്രോയും കണക്ട് ചെയ്യുന്നത് ടോപ്പ് ഫ്ലോറിലേക്കാണ്. എന്തായാലും ഒരു 1-2 മണിക്കൂറൊക്കെ കറങ്ങി കാണേണ്ടതായിട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഖത്തറിലെ ഭരണാധികാരിയുടെയും ഫ്ലാഗിൻ്റെയൊക്കെ പടം ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തിയേറ്റേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് സിനിമകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് കാണാം. ഇത് കിഡ്സിൻ്റെ സ്വന്തം ഏരിയയാണ്. ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. അവർക്ക് അടിച്ച് പൊളിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ. മാൾ ഓഫ് ഖത്തറിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളിനകത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 14,000ഓളം തൊഴിലാളികൾ ആ സമയത്ത് ഇതിനകത്ത് പണി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റൊരാൾക്ക് ജീവഹാനി സംഭവിക്കാണ്ട് ആ സമയത്ത് ഇത്രയും ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തത് നമ്മുടെ ലോകത്തിന് മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു അന്ന്.
2016 ഏപ്രിൽ 2-നായിരുന്നു ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടായത്. ഭയങ്കര കളർഫുള്ളാണ് മോളിനകത്ത്. നമ്മൾ ഏത് കോർണറിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയല്ല, സൂപ്പറായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖത്തർ സീരീസാണ്. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ UAE സീരീസ്, ബഹ്റൈൻ സീരീസ്, സൗദി സീരീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും സമയം കിട്ടുമ്പോഴൊക്കെ കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മോൾ ഓഫ് ഖത്തറിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ ഇതാണ്. ഒരു വനത്തിനുള്ളിൽ വന്ന് അകപ്പെട്ട പോലെയുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും. താഴത്തെ മിഡിലായിട്ടൊരു സ്റ്റേജൊക്കെ ഉണ്ട്. കണ്ടിട്ട് ഏതൊരു പ്രോഗ്രാം സംഭവിക്കാൻ പോകുന്നൊരു ഫീലുണ്ട്. എന്നാലും നമുക്ക് ടൈമില്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. താഴത്തെ ഫ്ലോറുകളും മൊത്തം അരിച്ച് പറക്കി കണ്ടിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനുള്ളതാണ്. ശരിക്കും താഴത്തുള്ള ഫ്ലോറുകളൊക്കെയാണ് അത്യാവശ്യം നല്ല തിരക്കുകൾ അനുഭവപ്പെടുന്നത്. ഇവിടെ നല്ല സൂപ്പർ ഗോൾഡൻ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാമിലീസൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനിയും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുമാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയുടെ വിജയം എന്നുള്ളത്. ഖത്തറിലെ പുതിയൊരു സ്പോട്ടിൽ നിന്നും വീണ്ടും കാണുന്നവർക്കും ബൈ.